ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ്സ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പി എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് ഉപയോഗിച്ചിട്ടാണ്. എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, വൈ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആൻഡ് സെഡ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഫോർ എക്സാമ്പിൾ 2, 5, -1 എന്ന് പറയുന്ന പോയിൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന പ്ലെയിനും വൈ ഇസ് ഈക്വൽ ടു 5 എന്ന പ്ലെയിനും സെഡ് ഇസ് ഈക്വൽ ടു -1 എന്ന പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് വെച്ചിട്ടാണ്. ആ പോയിൻ്റാണ് 2, 5, -1 എന്ന് പറയുന്നത്. ഇനി ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ 3 സർഫസുകളെ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. ഈ 3 സർഫസുകൾ തമ്മിൽ പാരലൽ ആകണമെന്ന് നിർബന്ധമില്ല. ഈ 3 സർഫസുകൾ പ്ലെയിൻ ആവണമെന്നുമില്ല. ഈ 3 സർഫസ് തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണമെന്നും ഇല്ല. ഈ 3 സർഫസുകളെ നമ്മൾ Q1 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, Q2 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആൻഡ് Q3 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നെടുക്കുന്നു. ഇവിടെ നമ്മൾ എടുത്ത സർഫസ് Q1 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, Q2 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, Q3 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇവിടെ Q1 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസും Q2 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കർവിൽ Q3 വേരിയിങ് ആണ്. അതിനെ നമ്മൾ Q3 കർവ് എന്നെടുക്കുന്നു. അതേപോലെ Q1 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസിൻ്റെയും Q3 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കർവിൽ Q2 വേരിയിങ് ആണ്. അതിനെ നമ്മൾ Q2 കർവ് എന്നെടുക്കുന്നു. സിമിലർലി Q3 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസും Q2 ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കർവിൽ Q1 വേരിയിങ് ആണ്. അതിനെ നമ്മൾ Q1 കർവ് എന്ന് എടുക്കുന്നു. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 3 സർഫസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് P ഓഫ് Q1, Q2, Q3യിൽ Q1, Q2, Q3യുടെ വാല്യൂവിനെയാണ് നമ്മൾ കർവിലിനിയർ കോർഡിനേറ്റ്സ് ഓഫ് പി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 3 സർഫസുകൾക്ക് നമ്മൾ പറയുന്നത് കർവിലിനിയർ സർഫസുകൾ എന്നാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ 3 സർഫസുകൾ ത്രൂ ഔട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ കർവിലിനിയർ കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ സർഫസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്തുണ്ടാവുന്ന കർവുകൾ, അതായത് Q1 കർവ്, Q2 കർവ്, Q3 കർവ്, ഈ കർവുകളെയാണ് നമ്മൾ കോർഡിനേറ്റ് ലൈൻസ് അഥവാ കോർഡിനേറ്റ് കർവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഓർത്തോഗണൽ കോർഡിനേറ്റ്സിലെ കോർഡിനേറ്റ് ആക്സിസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓർത്തോഗണൽ കോർഡിനേറ്റ്സിൽ കോർഡിനേറ്റ് ആക്സിസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പോയിൻ്റ് Pയിൽ നിന്നും അതാത് കർവുകളിലേക്കുള്ള ടാൻജൻറ്റിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ആക്സിസുകളായിട്ട് എടുക്കുന്നത്. ഇവിടെ കോർഡിനേറ്റ് ആക്സിസുകൾക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഉള്ളതുപോലെ ഒരു ഫിക്സഡ് ഡയറക്ഷൻ ഇല്ല. കാരണം ഇത് കർവിലുള്ള ടാൻജൻ്റാണ്. പറഞ്ഞതുപോലെ Q1, Q2, Q3 ആണ് P ഓഫ് XYZ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കർവിലിനിയർ കോർഡിനേറ്റ്സ്. അതുകൊണ്ട് നമുക്ക് ഈ പോയിൻറ്റിനെ ഒന്നില്ലെങ്കിൽ Q1, Q2, Q3 അഥവാ XYZ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് X is equal to X of Q1, Q2, Q3, Y is equal to Y of Q1, Q2, Q3 and Z is equal to Z of Q1, Q2, Q3, or Q1 is equal to Q1 of XYZ, Q2 is equal to Q2 of XYZ, or Q3 is equal to Q3 of XYZ. അടുത്തത് കർവിലിനിയർ സിസ്റ്റത്തിൽ നമുക്ക് യൂണിറ്റ് വെക്ടേഴ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം QI ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സർഫസുകളിൽ ആ സർഫസുകൾക്ക് നോർമലായിരിക്കും QI ക്യാപ് എന്ന് പറയുന്ന അതിൻ്റെ യൂണിറ്റ് വെക്ടർ. മാത്രമല്ല അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്
ക്യു ഐ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും. ഇനി നമുക്ക് ഒരു വെക്ടർ വിനെ കൺസിഡർ ചെയ്യാം. വെക്ടർ വി ഇസ് ഈക്വൽ ടു v1 q1 ക്യാപ് പ്ലസ് v2 q2 ക്യാപ് പ്ലസ് v3 q3 ക്യാപ്. ഇവിടെ പി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്ററിലുള്ള പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ആർ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് ആണ്. ഇവിടെ q1 q2 q3 എന്ന് പറയുന്നത് കർവിലീനിയർ കോർഡിനേറ്റ്സ് ആണ്. പോയിൻ്റ് പിയിൽ നിന്നും ഇൻക്രീസിങ് ആയിട്ടുള്ള q1 കർവിലുള്ള വെക്ടർ ടാൻജൻറ്റിനെ നമുക്ക് ഡോ ആർ ബൈ ഡോ q1 എന്ന് എഴുതാം. ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമുക്ക് q1 ക്യാപ് ഇസ് ഈക്വൽ ടു ഡോ വെക്ടർ ആർ ഡിവൈഡഡ് ബൈ ഡോ q1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡോ വെക്ടർ ആർ ഡിവൈഡഡ് ബൈ ഡോ q1. ഇവിടെ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. h1 ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡോ ആർ ഡിവൈഡഡ് ബൈ ഡോ q1. അപ്പോൾ നമുക്ക് ഡോ ആർ ഡിവൈഡഡ് ബൈ ഡോ q1 ഇസ് ഈക്വൽ ടു h1 ഇൻറ്റു q1 ക്യാപ് എന്ന് കിട്ടും. ഹിയർ h1 ഈസ് നോൺ ആസ് ദ സ്കെയിൽ ഫാക്ടർ. q2 ക്യാപ് ഇസ് ഈക്വൽ ടു ഡോ വെക്ടർ ആർ ഡിവൈഡഡ് ബൈ ഡോ q2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡോ വെക്ടർ ആർ ഡിവൈഡഡ് ബൈ ഡോ q2. Put h is equal to modulus of dou vector r divided by dou q2. Therefore we get dou vector r divided by dou q2 is equal to h2 q2 cap. Similarly, q3 cap is equal to dou vector r divided by dou q3 divided by modulus of dou vector r divided by dou q3. Here also we put h3 is equal to modulus of dou vector r divided by dou q3. Therefore we get dou vector r divided by dou q3 is equal to h3 q3 cap. Here the quantities h1, h2, h3 are called the scale factors. The unit vectors q1 cap, q2 cap, q3 cap are increasing in the direction of q1, q2 and q3. Arc length and the volume element. Arc lengthും വോളിയം എലമെൻറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ പൊസിഷൻ വെക്ടർ r is equal to x I cap plus y j cap plus z k cap. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ടു എ സ്മോൾ ചേഞ്ച് ഇൻ q1 ഈസ് ഗിവൺ ബൈ dr1 is equal to dou r divided by dou q1 dq1, which is equal to dou x by dou q1 I cap plus dou y by dou q1 j cap plus dou z by dou q1 k cap into dq1. Similarly, displacement corresponding to a small change in q2 is dr2 is equal to dou r by dou q2 dq2. That is equal to dou x by dou q2 I cap plus dou y by dou q2 j cap plus dou z by dou q2 k cap into dq2. Similarly, dr3 is equal to dou r by dou q3 dq3, which is equal to dou x by dou q3 I cap plus dou y by dou q3 j cap plus dou z by dou q3 k cap into dq3. Now distance element dr corresponding to distance between two neighboring points, dr is equal to dx I cap plus dy j cap plus dz k cap in Cartesian. Here x, y and z are the function of q1, q2 and q3. Therefore we have x is equal to x of q1, q2, q3, y is equal to y of q1, q2, q3 and z is equal to z of q1, q2 and q3. Now dx is equal to dou x by dou q1 dq1 plus dou x by dou
q2 dq2 plus dou x by dou q3 dq3. Similarly, we can write dy is equal to dou y by dou q1 dq1 plus dou y by dou q2 dq2 plus dou y by dou q3 dq3. Similarly, dz is equal to dou z by dou q1 dq1 plus dou z by dou q2 dq2 plus dou z by dou q3 dq3. Therefore, we can write dr is equal to dou x by dou q1 dq1 plus dou x by dou q2 dq2 plus dou x by dou q3 dq3 I cap plus dou y by dou q1 dq1 plus dou y by dou q2 dq2 plus dou y by dou q3 dq3 j cap plus dou z by dou q1 dq1 plus dou z by dou q2 dq2 plus dou z by dou q3 dq3 k cap. On rearranging, we can write this as dou x by dou q1 I cap plus dou y by dou q1 j cap plus dou z by dou q1 k cap dq1 plus dou x by dou q2 I cap plus dou y by dou q2 j cap plus dou z by dou q2 k cap into dq2 plus dou x by dou q3 I cap plus dou y by dou q3 j cap plus dou z by dou q3 k cap dq3. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഡി ക്യു വൺ കോമൺ ആയിട്ടുള്ള ടേമുകളെ ഒന്നിച്ചെഴുതി ഡി ക്യു വൺ പുറത്തിടുന്നു. ഡി ക്യു ടു കോമൺ ആയിട്ടുള്ള ടേംസിനെ ഒന്നിച്ചെഴുതി ഡി ക്യു ടു പുറത്തിടുന്നു. ഡി ക്യു ത്രീ കോമൺ ആയിട്ടുള്ള ടേംസിനെ ഒന്നിച്ചെഴുതി ഡി ക്യു ത്രീ പുറത്തിടുന്നു. ഇത് എന്ന് പറയുന്നത് ഡോ ആർ ബൈ ഡോ ക്യു വൺ ആണ്. ഇത് എന്ന് പറയുന്നത് ഡോ ആർ ബൈ ഡോ ക്യു ടു ആണ്. ഇത് എന്ന് പറയുന്നത് ഡോ ആർ ബൈ ഡോ ക്യു ത്രീ ആണ്. So we can write this as dr is equal to dou r by dou q1 dq1 plus dou r by dou q2 dq2 plus dou r by dou q3 dq3, or simply dr is equal to summation I dou r by dou q1 dq1. So differential arc length ds can be determined from the square of distance between two neighboring points, that is ds square, which is equal to dx square plus dy square plus dz square, and which is equal to dr dot dr. In curvilinear coordinate space, the square of the distant element can be written as ds square is equal to dr dot dr. That is equal to summation of I j dou r divided by dou qi dot dou r by dou qj dqi dqj. And now we are making a substitution. Dou r by dou qi dot dou r by dou qj is equal to gij. Thus we get ds square is equal to summation ij gij dqi dqj. Cases for which ds square is equal to summation ij gij dqi dqj is a legitimate expression are called metric or Riemannian space. If we limit ourselves to orthogonal coordinate system, that is mutually perpendicular surfaces, then gij is equal to 0 for I not equal to j, and for I is equal to j, gii is equal to hi square. That is nothing but delta ij, which is equal to qi cap dot qj cap. Therefore, we can write ds square is equal to h1 dq1 the whole square plus h2 dq2 whole square plus h3 dq3 whole square, or simply
ds square is equal to summation over I hi dqi the whole square, which is equal to ds1 square plus ds2 square plus ds3 square. Here ds1 is equal to h1 dq1, ds2 is equal to h2 dq2, and ds3 is equal to h3 dq3. Because we know h1 is equal to modulus of dou r by dou q1, h2 is equal to modulus of dou r by dou q2, and h3 is equal to modulus of dou r by dou q3. So the differential distance vector dr may be written as ds square is equal to dr dot dr, which is equal to h1 dq1 whole square plus h2 dq2 whole square plus h3 dq3 whole square, where dr is equal to h1 dq1 q1 cap plus h2 dq2 q2 cap plus h3 dq3 q3 cap. Now consider a vector v is equal to v1 q1 cap plus v2 q2 cap plus v3 q3 cap. Therefore we can write integral v dot dr equal to summation over I integral over vi hi dqi. Also we can write area element as d sigma ij is equal to dsi dsj, which is equal to hi ji dqi dqj. Then we can write the volume element as d tau is equal to ds1 ds2 ds3 is equal to h1 h2 h3 dq1 dq2 dq3. The area vector can be written as d sigma is equal to ds2 ds3 q1 cap plus ds3 ds1 q2 cap plus ds1 ds2 q3 cap, which is equal to h2 h3 dq2 dq3 q1 cap plus h3 h1 dq3 dq1 q2 cap plus h1 h2 dq1 dq2 q3 cap. Also the surface integral v dot sigma d sigma is equal to integral of v1 h2 h3 dq2 dq3 plus integral v2 h3 h1 dq3 dq1 plus v3 h1 h2 dq1 dq2. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ അതേ വെക്റ്റർ ആൾജിബ്ര തന്നെയാണ് ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ്സിലും ഫോളോ ചെയ്യുന്നത്, സ്പെഷ്യലി ഫോർ the dot product. Now consider two vectors, vector a and b. Vector a is equal to a1 q1 cap plus a2 q2 cap plus a3 q3 cap, and vector b is equal to b1 q1 cap plus b2 q2 cap plus b3 q3 cap. Now a dot b is equal to summation over ik ai qi cap dot bk qk cap, which is equal to summation of ik ai bk qi cap dot qk cap, and which is equal to summation of ik ai bk delta ik, that is equal to summation over I ai bi, which is equal to a1 b1 plus a2 b2 plus a3 b3. Now the cross product is given by a cross b is equal to determinant of q1 cap q2 cap q3 cap a1 a2 a3 b1 b2 b3.